നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്ത സംഭവം 9 പ്രതികളെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് 2.25 കിലോ സ്വർണം കണ്ടെടുത്തു. സ്വർണം ഉരുക്കിയ നിലയിൽ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് തുടങ്ങി. ആദ്യ ദിവസം രചനാ മത്സരങ്ങളാണ് നടന്നത്. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച കോട്ടയ്ക്കലിൽ തിരിതെളിയും. 6 മാസമായി കുടിവെള്ളമില്ല. ദുരിതം അനുഭവിച്ച ചളവറ പഞ്ചായത്തിലെ 2 വാർഡുകളിലെ ജനങ്ങൾ. കുടിവെള്ളം നിലച്ചതോടെ വെള്ളം ചുമന്നുകൊണ്ടുവരേണ്ട അവസ്ഥയിൽ. വിളയൂർ പഞ്ചായത്ത് ക്ഷീരഗ്രാമമാവാൻ ഒരുങ്ങുന്നു. പഞ്ചായത്തിൽ മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഹമ്മദ് മോഹസിൻ MLA. പദ്ധതിയുടെ തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് MLA. വിശദമായ വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്ത സംഭവത്തിന്റെ ചുരുളഴിഞ്ഞു. 9 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് 2.25 കിലോ സ്വർണവും കണ്ടെടുത്തു. പ്രതികൾ സ്വർണം ഉരുക്കി വിൽക്കാൻ ശ്രമിച്ചു. പെരിന്തൽമണ്ണ നഗരത്തിലെ KM ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് സ്വർണം തട്ടിയെടുത്തത്. ആസൂത്രിതമായി പദ്ധതി ഇട്ടാണ് പ്രതികൾ കവർച്ച നടത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരത്തിലെ KM ജ്വല്ലറിയുടെ ഉടമകളായ യൂസഫിനെയും സഹോദരൻ ഷാൻവാസിനെയും ആക്രമിച്ച് സ്വർണം കവർച്ച ചെയ്ത സംഭവത്തിന്റെ ചുരുളഴിഞ്ഞു. കഴിഞ്ഞ നവംബർ 21-ന് രാത്രി ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ പോവുകയായിരുന്ന ജ്വല്ലറി ഉടമകളെ കാറുകൊണ്ടിടിച്ച ശേഷം ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്ത കേസിൽ കൂടുതൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി പാറക്കെട്ട് വീട്ടിൽ വിപിൻ, താമരശ്ശേരി അടിവാരം സ്വദേശികളായ ഷിഹാബുദ്ദീൻ, അനസ്, പിണറായി സ്വദേശി അനന്തു, തൃശൂർ വെള്ളാനിക്കര സ്വദേശി സലീഷ്, കിഴക്കുംപാട്ടുകര സ്വദേശി മിഥുൻ, പാട്ടുരയ്ക്കൽ സ്വദേശി അർജുൻ, പീച്ചി സ്വദേശി സതീഷ്, കണ്ണറ സ്വദേശി ലിസൺ എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശികളായ നിഖിൽ രാജ്, പ്രബിൻ ലാൽ, തൃശൂർ വാരന്തപ്പള്ളി സ്വദേശി സജിത് കുമാർ, എളവള്ളി സ്വദേശി നിഖിൽ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 13ആയി. സ്വർണം തട്ടിയെടുത്ത് കാറിൽ കടന്നുകളഞ്ഞ നിഖിൽ രാജ്, പ്രബിൻ ലാൽ, സജിത് കുമാർ, നിഖിൽ എന്നിവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി പെരിന്തൽമണ്ണ പോലീസിന് കൈമാറിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് മറ്റുള്ള പ്രതികളിലേക്ക് പോലീസ് എത്തിപ്പെട്ടത്. കണ്ണൂരും തൃശൂരും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അന്വേഷണം നടത്തി പ്രതികളെ വേഗത്തിൽ പിടികൂടാനും സാധിച്ചു. കണ്ണൂരും തൃശൂരും കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിച്ചിരുന്നത്. അറസ്റ്റിലായവരിൽ വിപിൻ കൊലപാതക കേസിൽ ശിക്ഷിച്ച് ജയിലിലാണ്. ഷിഹാബ്, അനസ് എന്നിവർ വഴി പെരിന്തൽമണ്ണയിലെ ജ്വല്ലറിയെക്കുറിച്ച് വിവരങ്ങൾ അറിയുകയും തന്റെ നാട്ടുകാരനായ അനന്ത് മുഖേനെ കണ്ണൂരും തൃശൂരും ഉള്ള സംഘത്തെയും കൂട്ടി കവർച്ച ആസൂത്രണം ചെയ്യുകയായിരുന്നു. പഴുതടച്ച അന്വേഷണത്തിലൂടെ 18 പ്രതികളിൽ 13 പേരെയും ദിവസങ്ങൾക്കുള്ളിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. മാസങ്ങളായി നീണ്ട കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് പ്രതികൾ കവർച്ച നടത്തിയതെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി PR. വിശ്വനാഥ് പറഞ്ഞു. നമ്മളത് മഹീന്ദ്ര നരാജോ ഒരു വളരെ വിരളമായിട്ടുള്ള വാഹനമായതുകൊണ്ട് അത് കണ്ടെത്ത് ആ വാഹനത്തിന്റെ ഐഡന്റിഫിക്കേഷൻ തൃശ്ശൂർ റേഞ്ച് DIG അവർ അദ്ദേഹത്തിന്റെ തോംസൺ ജോസ് IPS അവരുടെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലകളിലും അലേർട്ട് കൊടുത്തു. അങ്ങനെ തൃശ്ശൂർ പോലീസ് രാത്രിയിലും മലപ്പുറവും പാലക്കാടും എല്ലാ പോലീസുകളും ഇത് ഈ വാഹനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നതിന് തൃശ്ശൂർ റൗണ്ടിൽ വെച്ച് പിടിച്ചത്. അത് ഓൾറെഡി ന്യൂസ് റിപ്പോർട്ടഡാണ്. അതിൽ നിന്ന് ബാക്ക് വർക്ക് ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനകത്ത് ഈ ഓപ്പറേഷനിൽ മൊത്തം 9 പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഈ വാഹനം അന്നേ ദിവസം വൈകുന്നേരം ഇവിടങ്ങളിലുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം ഈ ഇവിടെ വന്ന് ഇദ്ദേഹം 2 പേരും പോകുന്നതിന് ട്രെയിൽ ചെയ്ത് പോയി ഇവർ പറഞ്ഞ പോലെ തന്നെ അറ്റാക്ക് ചെയ്ത് പെപ്പർ സ്പ്രേ എല്ലാം അടിച്ചതിന് ശേഷം ഇത് കവർച്ച നടത്തി കൊണ്ടുപോവുകയാണ് ചെയ്തത്. കൊണ്ടുപോയി ഇതിൽ 5 വ്യക്തികൾ ആ വാഹനത്തിൽ തുടരുകയും 4 പേര് ഈ സ്വർണ്ണമായി മറ്റൊരു വാഹനത്തിൽ ഷൊർണൂർ ഭാഗത്തായിട്ടൊരു സ്ഥലത്ത് ഒരു കൈമാറ്റം നടത്തി മാറിപ്പോവുകയാണ് ചെയ്തത്. ജ്വല്ലറി ഉടമകളുടെ പട്ടാമ്പി റോഡിലെ വീടിന് സമീപത്ത് വെച്ചാണ് 9 പേർ അടങ്ങുന്ന സംഘം ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്തത്. വാഹനത്തിന് വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ചാണ് പ്രതികൾ എത്തിയത്. സ്വർണം തട്ടിയെടുത്ത കാറിൽ തൃശൂരിലേക്ക് പോയ 9 പേരിൽ 4 പേർ ഷൊർണൂരിൽ ഇറങ്ങി. ഇതിനിടെ വാഹനത്തിന്റെ വ്യാജ നമ്പർ പ്ലേറ്റ് മാറ്റി. സംഘത്തിലെ 5 പേർ തൃശൂരിൽ എത്തിയപ്പോൾ പോലീസ് പിടികൂടിയിരുന്നു. വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് മറ്റു പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതും പോലീസിന് അറസ്റ്റ് ചെയ്യാനും സാധിച്ചതും. കണ്ണൂർ, തൃശൂർ, താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തട്ടിയെടുത്ത സ്വർണം പ്രതികൾ ഉരുക്കിയതായി പറയുന്നു. 2.25 കിലോ സ്വർണമാണ് വീണ്ടെടുത്തത്.
എല്ലാം ആഭരണങ്ങളായിരുന്നു എന്നാണ് കംപ്ലൈനന്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അത് ഉരുക്കപ്പെട്ടിട്ടുണ്ട്. അതും ഇതിനകത്ത് റിക്കവറി നമ്മുടെ അന്വേഷണത്തിനകത്ത് മനസ്സിലാക്കുന്ന ഈ സാധനം മുഴുവനും തൃശ്ശൂരുകാരനായിട്ടുള്ള മുൻപ് ഈ സംഘത്തിൽപ്പെട്ട മുൻപ് സ്വർണ്ണപ്പണി ചെയ്തിരുന്ന ഒരു വ്യക്തി, അയാൾ ഇതിന്റെ എന്താ പറയണ ഗണ്ണല്ലേ, അതിന്റെ കുരുക്കാനുള്ള ഗണ്ണും പഞ്ഞിയും പിന്നെ ചവണ എന്തോ അതൊക്കെ വാങ്ങി അത് വളരെ ക്രൂഡായിട്ട് ഉരുക്കി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ലിസ്റ്റ് ആക്കി തരാം. തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ്, ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ DYSP TK ഷൈജു, സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, പോത്തുകൽ ഇൻസ്പെക്ടർ A ദീപകുമാർ, കൊളത്തൂർ ഇൻസ്പെക്ടർ P സംഗീത്, പെരുമ്പടമ്പ് ഇൻസ്പെക്ടർ CV ബിജു, പെരിന്തൽമണ്ണ SIമാരായ N റിഷാദ് അലി എന്നിവരും പെരിന്തൽമണ്ണ പോലീസും മലപ്പുറം ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡുകളും അടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത്. 3.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് ജ്വല്ലറി ഉടമകൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ കേസിൽ 5 പ്രതികളെയും കൂടിയും പിടികൂടാനുണ്ട്. ഇവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി ജില്ലാ പോലീസ് മേധാവി PR വിശ്വനാഥ്, DYSP TK ഷൈജു എന്നിവർ അറിയിച്ചു. 6 മാസത്തിലധികമായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതം അനുഭവിക്കുകയാണ് ചളവറ പഞ്ചായത്തിലെ തൃക്കാരമണ്ണ മങ്കാട് പ്രദേശത്തുള്ളവർ. പ്രദേശത്തേക്കുള്ള ഏക കുടിവെള്ള പദ്ധതി നിലച്ചതോടെ ദൂരപ്രദേശങ്ങളിൽ നിന്നും വെള്ളം ചുമന്നു കൊണ്ടുവരേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. ഞങ്ങൾക്ക് വെള്ളമില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുക? മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ള സാധനം വെള്ളമല്ലേ? ഞങ്ങൾ പ്രതിഷേധം കൊണ്ട് തന്നെ ഇരിക്കുന്നത്. കാരണം 2 മെമ്പർമാരുണ്ടായിട്ടും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനായിട്ടും ഞങ്ങൾക്ക് ഒരു ഉപകാരം ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ചളവറ പഞ്ചായത്തിലെ 14 2 വാർഡുകൾ ഉൾക്കൊള്ളുന്ന തൃക്കാരമണ്ണ മാങ്കാട് പ്രദേശത്തുള്ളവരാണ് കുടിവെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത്. പ്രദേശത്തെ ഏക കുടിവെള്ള പദ്ധതിയായ കണക്കന്മാർ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ഇവിടുത്തെ 25ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചിരുന്നത്. എന്നാൽ പദ്ധതിക്കുള്ള കിണറിൽ ജലലഭ്യത കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി ഏതാനും മാസങ്ങൾക്കു മുമ്പ് ഇവർക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവെക്കുകയായിരുന്നു. ഇപ്പോൾ ദൂരപ്രദേശങ്ങളിൽ നിന്നും കുടിവെള്ളം ചുമന്നുകൊണ്ടുവരേണ്ട അവസ്ഥയിലാണ് ഇവിടെത്തുകാർ. പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി ഓരോ വീട്ടുകാരും 5000 രൂപയോളം പഞ്ചായത്തിൽ കെട്ടിവെച്ചതാണ്. എന്നിട്ടും കുടിവെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ പദ്ധതിയിൽ കുടിവെള്ളം കിട്ടാതായതോടെ പഞ്ചായത്തിൽ മുമ്പുണ്ടായിരുന്ന ജലനിധി കുടിവെള്ള പദ്ധതി പുനരുജ്ജീവിപ്പിച്ച് കുടിവെള്ളം ലഭ്യമാക്കാം എന്ന് അറിയിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ 10000 രൂപയോളം വീണ്ടും മുടക്കിയിട്ടുണ്ട്. എന്നാൽ ആ പദ്ധതിയെക്കുറിച്ചും ഒരു വിവരവുമില്ലെന്നും ഇവർ പറയുന്നു. ദുരിതം ചൂണ്ടിക്കാട്ടി നിരവധി തവണ പഞ്ചായത്തിലും മറ്റ് അധികൃതർക്കും പരാതി നൽകിയെങ്കിലും ഇപ്പോൾ കുടിവെള്ളം ലഭ്യമാക്കാൻ യാതൊരു നിർവാഹവും ഇല്ലെന്നും പറഞ്ഞ് പഞ്ചായത്ത് അധികൃതരും കൈമലർത്തി. ഇതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇന്നാട്ടുകാർ. ആകെ വിഷമാവില്ലേ? വേനൽക്കാലൊക്കെ ആയോ എന്ത് ചെയ്യും വെള്ളത്തിന്? ഇപ്പൊ തന്നെ എങ്ങനെ? പിന്നെ ഇനി വേനൽക്കാലം ഞങ്ങൾ എന്ത് ചെയ്യും? വെള്ളമില്ലാതെ ഒരു കുടം വെള്ളം നേരിട്ട് കൊണ്ടുവരാൻ വയ്യ. അപ്പൊ വയസ്സായ ആൾക്കാരാണേ, പിന്നെ എന്താ ചെയ്യാ? അപ്പൊ ഈ വെള്ളം കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. അതാണ് പറഞ്ഞത്. അതെ, അതിന് എന്തെങ്കിലും അതിനൊരു ഇത് ചെയ്യന്നെ വേണം. വെള്ളത്തിന്റെ നിവാരണം ചെയ്യന്നെ വേണം. ഇപ്പൊ ഒരാള് വരുന്നില്ലേ? അപ്പൊ വെള്ളം കിട്ടുന്നോ? പൈസ ഒക്കെ എപ്പോഴും ഇപ്പൊ ഞങ്ങള് 1000 രൂപ എല്ലാ വീട് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കെട്ടിയാക്കും. ഇപ്പോഴും വെള്ളം എന്താ ഏതാന്ന് അവര് പറഞ്ഞിട്ടില്ല. കിട്ടുന്നും പറയണില്ല, കിട്ടില്ല എന്നും പറയണില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ? വെള്ളത്തിന് എന്താ ചെയ്യാ? ഈ വെള്ളമില്ലാണ്ട് ഞങ്ങൾ എന്ത് കാട്ടി? അവിടേക്ക് 6 മാസം 8 മാസമായി ഇപ്പൊ തീരോരോ ഒറ്റിച്ച വെള്ളം ഞങ്ങൾക്ക് തന്നിരുന്നു. ദിവസേന ഞങ്ങൾ പൈസ മാസത്തിൽ 200 രൂപ വെച്ചിട്ട് കെട്ടിയിരുന്നു. അറിയോ? 15 ദിവസം വെള്ളം കിട്ടുക. അങ്ങനെ കിട്ടിയിട്ട് എന്നിട്ട് ഞങ്ങൾക്ക് വെള്ളമില്ല. ഇപ്പം അതും ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുന്നത് പാത്രം വെച്ചിട്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ലൈനിന് വെള്ളമില്ല. അപ്പം അതും ഇല്ലാതെയായി. എന്നിട്ട് ഞങ്ങളിപ്പോൾ 10000 കെട്ടുന്ന പറഞ്ഞാൽ എത്ര കുറച്ച് വീട്ടുകാർ കൊണ്ടിട്ട് 10000 കെട്ടും ചെയ്തു. അതിൻ്റെ ഒരു വാലും ഇല്ല, മൂടും ഇല്ല, ഒന്നുമില്ല. എന്നാൽ അവരെന്തേലും പറയണ്ടേ? ഇപ്പം ഇനി വേനൽക്കാലം വരണ എവിടുന്ന വെള്ളത്തിന് പോവുക? കിണറില്ലേ? കിണറുമില്ല, കുഴൽക്കിണറിൻ്റെ ഒരു തുള്ളി വെള്ളമില്ല. 3 കിണറിൻ്റെ അവിടെ അടിച്ചിട്ട് 3 തുള്ളി വെള്ളം അടിക്കുമ്പോൾ ഒന്നും വെള്ളം കിട്ടിയിട്ടില്ല. അറിയോ? അങ്ങനെ ജീവിതം കഴിയണം. ഇത് കിട്ടി ഞങ്ങൾ ആശ്രയിച്ചിട്ടാണ് കഴിയണം. ഞങ്ങൾ ഈ 2-ാം വാർഡ് മാങ്കാട് പ്രദേശത്തേക്ക് 14 2 വാർഡിലേക്കാണ് കണക്കന്മാരോട് ഇരുന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെള്ളം തന്നിരുന്നത്. ഇപ്പം അത് തീർച്ചയായിട്ടും തരുന്നില്ല. 20000 രൂപ ഞങ്ങൾ പഞ്ചായത്തിൽ കെട്ടിയത് അടക്കം ഇവിടെ ഞങ്ങളുടെ മുടങ്ങി കിടക്കുകയാണ്. എത്ര 10 കൊല്ലമായിട്ട് ഇതുവരെയൊക്കെ ഒരു തുള്ളി വെള്ളം ഇവിടെ ഇല്ല. ചോദിച്ചാൽ പറയും ST കാരുള്ളതുണ്ടെങ്കിൽ അങ്ങോട്ട് പദ്ധതി ഉള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ST കാർക്ക് ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് വെള്ളം കുടിക്കണ്ട, അവർക്ക് മാത്രം വെള്ളം കുടിച്ചാൽ മതിയോ? അതെന്തൊരു ന്യായമാണ് പഞ്ചായത്തിൻ്റേത്? അതാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ വിളിച്ച് ഇത്രയും ഇതായിട്ട് വർത്തമാനം പറയുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ഇനി എന്താ ചെയ്യുക? ഇത്രയും 20 വീട് കുടുംബങ്ങളുണ്ട് ഇവിടെ. 20 കുടുംബത്തിന് വെള്ളം ഇല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുക? അവിടേക്ക് നേരെ പഞ്ചായത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുക ഞങ്ങൾ കുടമായിട്ട്. അത്ര തന്നെ ചെയ്യുള്ളൂ.
അല്ല വേറെ എന്താ ചെയ്യുക ഞങ്ങൾ? ഞങ്ങളുടെ 20,000 ഇവിടെ പോയതും ഒന്ന് അങ്ങനെ കിടക്കുക 10 കൊല്ലമായിട്ട്. ഞാൻ അതിനുള്ള പലിശയും കൂടി ഇങ്ങോട്ട് തരേണ്ടി വരും പഞ്ചായത്ത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ റോഡ് ഉപരോധം ചെയ്യും തീർച്ചയായിട്ടും. ആ വേനൽക്കാലമായി അതും കിട്ടില്ല. പണിയടക്കാണ് 5,000 പഞ്ചായത്ത് കെട്ടിയിട്ടുള്ളൂ. അപ്പം ഈ പണിയടക്കം 20,000 ഞങ്ങളോട് എടുക്കാനാണ് പറഞ്ഞ പഞ്ചായത്ത്. എന്നിട്ട് ഞങ്ങളെടുത്ത് ഇതുപോലെ ഇവിടെ വെള്ളമില്ലാത്തിട്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി കുടങ്ങളൊക്കെ ആയിട്ട് പഞ്ചായത്തിൽ പോയിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്ക് ചെറിയൊരു പരിഹാരം ഉണ്ടായിട്ട് അതിപ്പോൾ നിലച്ചിട്ടുണ്ട്. വേണ്ടോ ഇനി ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി പഞ്ചായത്തിന്റെ മുന്നിൽ പോയിരിക്കും. എന്നാൽ നിലവിൽ ഇവർക്ക് നൽകിക്കൊണ്ടിരുന്ന പട്ടികജാതി പട്ടികവകുപ്പ് പദ്ധതിയായ കണക്കന്മാർ കുടിവെള്ള വിതരണ പദ്ധതിയിലെ ജലലഭ്യത കുറവ് കാരണമാണ് കുടിവെള്ള വിതരണം മുടങ്ങിയതെന്നും എത്രയും പെട്ടെന്ന് കുടിവെള്ള പ്രശ്നം ദൂരീകരിക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് കൈക്കൊണ്ടുവരികയാണെന്നും 14-ാം വാർഡ് മെമ്പർ രാജനാരായണൻ അറിയിച്ചു. ക്ഷീരഗ്രാമമാവാൻ വിളയൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിൽ മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. കാർഷിക മേഖലയിൽ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്ന വിളയൂർ പഞ്ചായത്ത് ക്ഷീരഗ്രാമമാവാൻ ഒരുങ്ങുന്നു. സംസ്ഥാന സർക്കാർ ക്ഷീരവികസന വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പ്രധാന വാർഷിക പദ്ധതിയായ മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി വിളയൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ തിരഞ്ഞെടുത്തതായി മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. ക്ഷീരമേഖല ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ള ക്ഷീര കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ മേഖലയിൽ നിന്നുള്ള ക്ഷീര കർഷകരുടെ കൊഴിഞ്ഞുപോക്കിന് തടയിടുക കൂടിയാണ് ലക്ഷ്യം. ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനും പുതിയ സംരംഭകരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും പദ്ധതിയിലൂടെ കഴിയുമെന്നാണ് കരുതുന്നത്. വിവിധ പശു യൂണിറ്റുകൾ തുടങ്ങാനും അത്യാധുനിക രീതിയിലുള്ള തൊഴുത്ത് നിർമ്മിക്കാനും പദ്ധതിയിലൂടെ ധനസഹായം നൽകും. കൂടാതെ ഫാമിൽ യന്ത്രവൽക്കരണം, കറവയന്ത്രം വാങ്ങി നൽകൽ എന്നിവയ്ക്കെല്ലാം പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കുന്നുണ്ട്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കർഷകരിൽ എത്തിക്കുന്നതിനായി വനിതാ പശുപരിപാലകരുടെ സേവനവും പദ്ധതിയിലൂടെ കർഷകരിലെത്തും. പദ്ധതിയുടെ തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. മലപ്പുറം കൂരിയാട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കാരാട്ട് കുറീസ് ഉടമകൾ കോടികളുമായി മുങ്ങിയതായി പരാതി. തൃത്താല മേഖലയിൽ പണം നഷ്ടപ്പെട്ടവരാണ് പണവുമായി മുങ്ങിയവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് മേധാവിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും ഈ മാസം 27-ന് നിലമ്പൂരിലുള്ള ഡയറക്ടറുടെ വീട്ടിലേക്ക് ഇരകൾ മാർച്ച് നടത്തുമെന്നും തൃത്താല മേഖലയിൽ പണം നഷ്ടപ്പെട്ടവർ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാരാട്ട്പൂരി എന്നൊരു ചിട്ടി കമ്പനിയിലാണ് ഞങ്ങൾ എല്ലാവരും നിക്ഷേപിച്ചത്. ഏകദേശം ഞങ്ങൾ ഒരാളുകൾ 1 ലക്ഷം രൂപ മുതൽ കുറികൾ സ്റ്റാർട്ട് ചെയ്യുന്ന കുറികളാണ് ഞങ്ങൾ ചേർന്നത്. ഏകദേശം 5 ലക്ഷം രൂപ ഉണ്ട്, 25 ലക്ഷം രൂപ നിക്ഷേപിച്ച ആളുകളുണ്ട്. ഈ കമ്പനി ഏകദേശം 13 വർഷമായിട്ടുള്ള കമ്പനിയാണ് എന്നാണ് ഞങ്ങളോട് അവർ പറഞ്ഞത്. ഇത് സർക്കാരിൻ്റെ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് എന്നാണ് ഞങ്ങൾ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിത്യം ഞങ്ങൾ വരുമാനത്തിന് വരുന്ന ഒരു ചെറിയ എമൗണ്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ കുറി ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ കുറി കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണം തരുന്നതാണ് ഞമ്മോട് പറഞ്ഞത്. തുടക്കത്തിൽ അതൊക്കെ അവർ പാലിച്ച് മുന്നോട്ട് പോയിരുന്നു. കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ മൊത്തം പ്രശ്നത്തിലായിരുന്നു. നിലവിലിപ്പോൾ ഏകദേശം 100 കോടി രൂപ മുങ്ങിയാണ് ഞങ്ങൾ അറിയുന്നത്. അതിൻ്റെ മുബഷീർ, സന്തോഷ് എന്ന ആളുകളാണ് ഇതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഈ കമ്പനീൻ്റെ ചിട്ടി കമ്പനീൻ്റെ രജിസ്റ്റർ ചെയ്തിങ്ങനെ MR ശ്രീജിത്ത് എന്ന ആളെ പേരിലാണ്. അവരുടെ അളിയനാണെന്നാണ് ഞങ്ങൾ അന്വേഷിച്ച് മനസ്സിലായത്. ആൾ നാട്ടിലുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിലമ്പൂരും മണ്ണാർക്കാട്, പട്ടാമ്പി, തൃത്താല ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനിൽ വളരെ പരാതികളുണ്ട്. വേണ്ട രീതിയിൽ പോലീസും അത് ഇടപെടുന്നില്ല. സാധാരണ ഒരു ചിട്ടി കമ്പനി പൊളിഞ്ഞതായ പോലെ ഒരു ചെറിയ ചീറ്റിംഗ് കേസ് ലെവലാണ് പോലീസും നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഞങ്ങളപേക്ഷിച്ച് ഒരാളുകളുടെ നിത്യജീവിതത്തിൻ്റെ പൈസ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് നിസ്സാരമായിട്ട് കളയാനും കഴിയില്ല. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇനി ജില്ലാ കലോത്സവ വാർത്തകൾ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ശ്രീകൃഷ്ണപുരത്ത് തുടക്കമായി. വിവിധ രചനാ മത്സരങ്ങളാണ് ആദ്യ ദിവസം നടന്നത്. ചൊവ്വാഴ്ച മുതൽ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും.
ശ്രീകൃഷ്ണപുരത്തിന് കലാരാവുകൾ സമ്മാനിച്ച് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ, AUP സ്കൂൾ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപം, പെരുമാങ്ങോട് ALP സ്കൂൾ, സംഗീതശില്പം ഓഡിറ്റോറിയം, കമ്മ്യൂണിറ്റി ഹാൾ, ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക് എന്നിവിടങ്ങളിലാണ് കലോത്സവ വേദികൾ ക്രമീകരിച്ചിരിക്കുന്നത്. നവംബർ 29 വരെ നടക്കുന്ന കലോത്സവത്തിൽ 12 ഉപജില്ലകളിൽ നിന്നായി 10,000-ഓളം കൗമാര കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. 345 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കഥാരചന, ഉപന്യാസം, ചിത്രരചന, കാർട്ടൂൺ, ക്യൂസ്, സംസ്കൃതോത്സവം, പ്രശ്നോത്തരി, അറബി ക്യൂസ്, ഖുർആൻ പാരായണം, അറബി സാഹിത്യോത്സവം, പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങളാണ് ആദ്യ ദിനത്തിൽ നടന്നത്. ചൊവ്വാഴ്ച സ്റ്റേജ് മത്സരങ്ങൾക്ക് അരങ്ങുണരും. പ്രധാന വേദികളിൽ തിരുവാതിരക്കളി, മറ്റു വേദികളിലായി നാടോടി നൃത്തം, മോഹിനിയാട്ടം, നാടകം, മാപ്പിളപ്പാട്ട്, ദഫ്മുട്ട്, പണിയനൃത്തം, ബാൻഡ് മേളം തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറും. വൈകിട്ട് മന്ത്രി MP രാജേഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സിനിമാതാരം രചന നാരായണൻകുട്ടി വിശിഷ്ടാതിഥിയാകും. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ചന്ദ്രൻ, ജില്ലാ കളക്ടർ Dr. S. ചിത്ര, MLA മാർ തുടങ്ങിയവർ പങ്കെടുക്കും. ജില്ലാ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ആതിഥേയർക്ക് വിജയമധുരം സമ്മാനിച്ച് PS ആർദ്ര. ഹയർ സെക്കൻഡറി വിഭാഗം പെൻസിൽ ഡ്രോയിങ്ങിലും ഓയിൽ പെയിന്റിംഗിലും 1-ാം സ്ഥാനവും A ഗ്രേഡും നേടിയാണ് ആർദ്ര ആദ്യ ദിനം താരമായത്. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ആദ്യ ദിനം വരയിൽ താരമായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ PS ആർദ്ര. ഹയർ സെക്കൻഡറി വിഭാഗം പെൻസിൽ ഡ്രോയിങ്ങിലും ഓയിൽ പെയിന്റിംഗിലും 1-ാം സ്ഥാനവും A ഗ്രേഡും നേടിക്കൊണ്ടാണ് ആർദ്ര ആതിഥേയരുടെ അഭിമാനമായി മാറിയത്. വോട്ടഭ്യർത്ഥിക്കുന്ന സ്ഥാനാർത്ഥി എന്നതായിരുന്നു പെൻസിൽ ഡ്രോയിങ്ങിൽ മത്സരാർത്ഥികൾക്ക് നൽകിയ വിഷയം. അല്പം കഠിനമായിരുന്നുവെങ്കിലും 1-ാം സ്ഥാനം നേടിയതിൽ സന്തോഷമുണ്ടെന്ന് ആർദ്ര പറഞ്ഞു. സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. 10th ഒരു തവണ പോയി, കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പ്രാവശ്യം കൂടെ കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും ഒട്ടും വിചാരിക്കാത്ത കാര്യമാണ്. അപ്പോൾ കിട്ടിയപ്പോൾ നല്ല സന്തോഷമുണ്ട്. വോട്ട് അഭ്യർത്ഥിക്കുന്ന സ്ഥാനാർത്ഥി. പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഇതായി. പിന്നെ പെട്ടെന്ന് ഐഡിയ വന്നു, അപ്പോൾ തന്നെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ടൈമൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം ടൈമൊക്കെ കിട്ടി ആവശ്യത്തിന്. ഇപ്പോൾ ഇവിടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സബ് ജില്ലയിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ ജില്ലയ്ക്കുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അന്നേ പ്രാക്ടീസ് തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതായിട്ട് പിന്നെ ഇപ്പോൾ വന്നപ്പോൾ പിന്നെ കുറച്ച് ഐഡിയ കിട്ടി. ടോപ്പിക്ക് കിട്ടിയപ്പോൾ തന്നെ കുറച്ച് ഐഡിയ കിട്ടിയപ്പോൾ അങ്ങനെ വരച്ചു. സ്കൂളിലെ ചിത്രകലാധ്യാപകനായ TK വിപിൻനാഥ് തന്നെയാണ് ആർദ്രയെ ഈ നേട്ടത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ. ആർദ്ര ജന്മന ചിത്രകലയിൽ കഴിവുള്ള വിദ്യാർത്ഥിയാണെന്നായിരുന്നു വിപിൻനാഥിന്റെ പ്രതികരണം. ആർദ്ര ഇൻബോൺ ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ശരിക്കും ഒരുപാട് സ്കെച്ചുകളും കാര്യങ്ങളൊക്കെ സ്ഥിരമായി വരയ്ക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ സാങ്കേതികത്വമായാലും എല്ലാ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ്, അനാട്ടമിയൊക്കെ നന്നായിട്ട് ആൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രാക്ടീസുകൾ ഞങ്ങൾ നിരന്തരമായിട്ട് ഒരു പ്രാക്ടീസാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുനിയേട്ടൻ, അദ്ദേഹം വരയ്ക്കും. അപ്പോൾ അത് കുട്ടികൾക്ക് കുറച്ച് നല്ല പകർന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉപജില്ലാ കലോത്സവത്തിൽ 10 വിഭാഗത്തിൽ മത്സരിച്ചു. വരപ്പട എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ 10 വിഭാഗത്തിലെ 8ലും നമ്മുടെ കുട്ടികളാണ് ഫസ്റ്റ് നിൽക്കുന്നത്. ഒരു കുട്ടി സെക്കൻഡ്, ഒരു കുട്ടി തേർഡും. അപ്പോൾ നല്ലൊരു വിജയം നമുക്ക് ഉപജില്ലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കല്ലുവഴി കിണാശ്ശേരി പുലാക്കാട്ടിൽ പുത്തൻവീട്ടിൽ സുനിൽകുമാറിൻ്റെയും സുനിതയുടെയും മകളാണ് ആർദ്ര. +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ്. മുമ്പ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത് A ഗ്രേഡ് നേടിയിട്ടുണ്ട്. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഊട്ടുപുര ഒരുങ്ങി. പാലുകാച്ചൽ ചടങ്ങ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ P. സുനിജ നിർവഹിച്ചു. ദിവസവും പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് കലോത്സവത്തിന് എത്തുന്നവർക്ക് ഒരുക്കുന്നത്. ശ്രീകൃഷ്ണപുരം ദേവപദം ഓഡിറ്റോറിയത്തിലാണ് കലോത്സവത്തിന് എത്തുന്നവർക്കുള്ള ഭക്ഷണ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അധ്യാപക സംഘടനയായ KPSTAക്കാണ് ഇത്തവണ ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല. പാലുകാച്ചൽ ചടങ്ങ് തിങ്കളാഴ്ച വൈകിട്ട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ P. സുനിജ നിർവഹിച്ചു. മറ്റ് കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. 4 ദിവസവും പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് കലോത്സവത്തിനെത്തുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. പാലക്കാട് ജില്ല കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ
ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 29-ാം തീയതി വരെയാണ് മേള നടക്കുന്നത്. നാളെയാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും 29-ാം തീയതി സമാപന ചടങ്ങുണ്ട്. അപ്പോൾ അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഈ 4 ദിവസവും പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യക്കാണ് നമ്മുടെ കമ്മിറ്റി തയ്യാറെടുത്തിട്ടുള്ളത്. നമുക്കിവിടെ വളരെ നല്ലൊരു പാചകം ചെയ്യുന്നതിൻ്റെ ഒരു ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള വളരെ സൗകര്യമായിട്ടുള്ള ദേവപദം ഓഡിറ്റോറിയമാണ്. അദ്ദേഹം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല രീതിയിൽ നല്ലൊരു അറേഞ്ച്മെൻ്റായിട്ട് കുറഞ്ഞ ഒരു ചെലവിൽ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ മുഴുവൻ ജനങ്ങളും ഈ മേളയിൽ സഹകരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇനിയുള്ള ഈ 4 ദിവസങ്ങളിൽ ഈ മേള വിജയിപ്പിക്കാനായിട്ട് വരുന്ന മുഴുവൻ കുട്ടികൾക്കും അതുപോലെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് മറ്റ് സംഘാടക സമിതിയിലെ ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള സംവിധാനം ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ആദ്യത്തെ ദിവസവും അതുപോലെ ഏകദേശം 5000-ഓളം ആൾക്കാർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത്. അതുപോലെ രണ്ടാം ദിവസം 4000, വീണ്ടും മൂന്നാമത് വരുന്ന ദിവസം വീണ്ടും 5000-ഓളം ആൾക്കാരുണ്ടാവും. അതേപോലെ ലാസ്റ്റ് ഡേ 3000-3500-ഓളം ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഏതായാലും ഈ ഒരു കലോത്സവം നല്ല രീതിയിൽ നടക്കാനായിട്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നേരത്തെ ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന ശാസ്ത്രമേളയിലുമെല്ലാം ഭക്ഷണമൊരുക്കി പരിചയസമ്പത്തുള്ള ദാസ് കൂടലൂരും സംഘവുമാണ് ശ്രീകൃഷ്ണപുരത്തും ഭക്ഷണം തയ്യാർ ചെയ്യുന്നത്. ആദ്യ ദിവസം 5000 പേർക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ 4000-ഓളം പേർക്കുമാണ് ഭക്ഷണം ഒരുക്കുന്നത്. ഇനി ജില്ലാ കലോത്സവ വേദിയിൽ ഒരുക്കിയ സെൽഫി ബോട്ടിൽ ഹൗസ് കാണാം. കലോത്സവത്തിനെത്തുന്നവർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടുള്ളതാണ് ഈ കൗതുക കാഴ്ച. ജില്ലാ കലോത്സവത്തിൽ മത്സരങ്ങൾ ചൂടുപിടിക്കുന്നതേ ഉള്ളൂ. ആദ്യ ദിവസം കലയുടെ കാഴ്ചകളേക്കാൾ രസം പകർന്നത് കുട്ടികൾ ഒരുക്കിക്കൊണ്ടിരുന്ന ഈ ബോട്ടിൽ ഹൗസ് ആണ്. വെറും ബോട്ടിൽ ഹൗസ് അല്ല, സെൽഫി ബോട്ടിൽ ഹൗസ് എന്നാണ് ഇവർ ഇതിന് നൽകിയിരിക്കുന്ന പേര്. കലോത്സവത്തിനെത്തുന്നവർ വെള്ളം കുടിച്ച ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും കടകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഉപയോഗിച്ചാണ് ഈ സെൽഫി ബോട്ടിൽ ഹൗസിന്റെ നിർമ്മാണം. സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇരുമ്പ് ഫ്രെയിമിൽ ഘടിപ്പിച്ചാണ് വീടിന്റെ മാതൃക ഇവർ ഒരുക്കുന്നത്. ഇത് ഗ്രീൻ പ്രോട്ടോക്കോളിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ബോട്ടിൽ റൂമാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്നും പിന്നെ ഇവിടുന്ന് കടയിൽ നിന്നൊക്കെ കുറച്ച് കുട്ടികളുണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ കലോത്സവം കഴിഞ്ഞിട്ട് ഇവിടുന്ന് കിട്ടുന്ന കുട്ടികൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ഇങ്ങനെ വെറുതെ കളയുന്ന കുട്ടികളൊക്കെ നമ്മളിങ്ങനെ ഓരോ യൂസ്ഫുള്ളായ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാണെങ്കിൽ ഒരു മെസ്സേജാണ് ഞങ്ങൾ കൊടുത്തത്. സെൽഫി കലോത്സവത്തിൽ എത്തുന്നവർക്ക് സെൽഫി ഒരുങ്ങോ കുട്ടികൾ ഉപയോഗിച്ചുള്ള ബാക്കി എന്തായാലും കംപ്ലീറ്റ് ആക്കും. ഈ പുറത്ത് കടകളൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ അതേമാതിരി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് അതൊക്കെ എങ്ങനെ മേക്കിങ്ങിന്റെ വീടാക്കി മാറ്റിയാണോ ഉദ്ദേശം? ഒരു സെൽഫി ഇങ്ങനത്തെ ഒരു വേസ്റ്റ് കൊണ്ട് പ്ലാസ്റ്റിക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തീർക്കാനുള്ള മെസ്സേജ്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അധ്യാപകനായ സന്തോഷ് കലാഗ്രാമത്തിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു ആശയം ഉടലെടുത്തത്. കലോത്സവം കഴിയുമ്പോഴേക്കും ഈ സെൽഫി ബോട്ടിൽ ഹൗസും ഹിറ്റാകുമെന്നുറപ്പ്. നാട്യ നടന വിസ്മയമായി ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ കലാമേള. 2 ദിവസങ്ങളായി പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിലാണ് കലാമേള അരങ്ങേറിയത്. വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതനും ആതിഥേയരായ ശ്രീ വള്ളുവനാട് വിദ്യാഭവനും കലാമേളയിൽ ഓവറോൾ കിരീടം കരസ്ഥമാക്കി.
2024 എന്ന പേരിലാണ് പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ കലാമേള അരങ്ങേറിയത്. 2 ദിവസങ്ങളായി നടന്ന കലാമേള ലാസ്യ, ഭാവ, താള, ലയ നടനവേദിയായി. പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം എന്നത് പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നും മനുഷ്യന്റെ വൈകാരികവും വൈചാരികവുമായ എല്ലാ മേഖലകളുടെയും വളർച്ചയ്ക്ക് വിദ്യാഭ്യാസം ഉതകണമെന്നും സബ് കളക്ടർ അപൂർവ ത്രിപാഠി പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ ജയകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സംഘടനാ കാര്യദർശി ആർ അനീഷ് കുമാർ മുഖ്യഭാഷണം നിർവഹിച്ചു. കലാരംഗത്തും കായിക രംഗത്തും മികവ് തെളിയിച്ചവരെ വേദിയിൽ ആദരിച്ചു. പുളുവൻ പാട്ട് കലാകാരനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ രാവുണ്ണി, ഗോൾഡൻ പെൻ ദേശീയ പുരസ്കാരം നേടിയ സ്മിത, CBSE കലോത്സവത്തിൽ ലളിതഗാനത്തിൽ 1ാം സ്ഥാനം നേടിയ നിതിൻ രാജ്, മോഹിനിയാട്ടത്തിൽ 1ാം സ്ഥാനം നേടിയ നക്ഷത്ര വിനോജ്, എലൈറ്റ് ബുക്കിലും ഇന്ത്യൻ റെക്കോർഡ് ബുക്കിലും ഇടം നേടിയ സിദ്ധാന്ത് വിഷ്ണു, വിവിധ മത്സരങ്ങളിൽ സംസ്ഥാന ദേശീയ തലത്തിൽ സമ്മാനാർഹരായ അദ്വൈത് എസ് നായർ, ദേവദത്ത് ജോഷി, നിരഞ്ജൻ MP തുടങ്ങിയവരെയാണ് അനുമോദിച്ചത്. M രാജീവ്, M ജയപ്രകാശ്, PK താരകൻ, KV സജിത്, P ഹരിദാസ്, K കൃഷ്ണകുമാർ, N മഞ്ജുള, MP മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. 6 വേദികളിലായാണ് കലാമത്സരങ്ങൾ പുരോഗമിച്ചത്. കിഷോർ, ബാല, ഹൈസ്കൂൾ UP വിഭാഗങ്ങളിൽ വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതനും, ശിശു LP വിഭാഗത്തിൽ ആതിഥേയരായ പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനും ഓവറോൾ കിരീടം നേടി. വണ്ടൂർ 333 പോയിന്റ് കരസ്ഥമാക്കിയാണ് ഓവറോൾ കിരീടം ചൂടിയത്. വള്ളുവനാട് വിദ്യാഭവന് 315 പോയിന്റും കോട്ടക്കൽ വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് 86 പോയിന്റും ലഭിച്ചു. ബാലവിഭാഗത്തിൽ ഗുരുകുലം വിദ്യാനികേതൻ വണ്ടൂർ 152 പോയിന്റ് നേടിയാണ് ജേതാക്കളായത്. സന്ദീപനി വിദ്യാനികേതൻ വളാഞ്ചേരി 146 പോയിന്റും ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ 142 പോയിന്റും കരസ്ഥമാക്കി. ശിശു വിഭാഗത്തിൽ വള്ളുവനാട് വിദ്യാഭവൻ 74 പോയിന്റ് നേടിയാണ് ജേതാക്കളായത്. ദേവി വിദ്യാനികേതൻ താനൂർ 70 പോയിന്റുമായി 2ാം സ്ഥാനത്തെത്തി. 69 പോയിന്റുള്ള കോട്ടക്കൽ വിദ്യാഭവൻ സ്കൂളിനാണ് 3ാം സ്ഥാനം. സമാപന സമ്മേളനത്തിൽ ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ അധ്യക്ഷൻ M രാജീവ് അധ്യക്ഷത വഹിച്ചു. കൃഷ്ണകുമാർ K, ലിഷ ജയചന്ദ്രൻ, M ഉണ്ണികൃഷ്ണൻ, PK താരകൻ, KV സജിത്, അഡ്വക്കേറ്റ് MK സുനിൽ, M ജയപ്രകാശ്, വിനോദ് കുമാർ U, മിഥുൻ K, ശ്രീജിത്ത് പാങ്, N മഞ്ജുള, ദീപ ഗോവിന്ദ്, പരമേശ്വരൻ എളങ്കൂർ എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച കോട്ടക്കലിൽ തിരിതെളിയും. 315 ഇനങ്ങളിലായി 10,000-ലധികം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുക്കും. കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി, കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ജില്ലാ കലോത്സവ വേദി. 30 വരെയാണ് മേള നടക്കുക. കലോത്സവം ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് MP അബ്ദുൽ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്യും. 35ാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കോട്ടക്കലിൽ ചൊവ്വാഴ്ച തിരിതെളിയും. കലാമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 26 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ മേള. കലോത്സവത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രാജാങ്കണം വേദിയിൽ MP അബ്ദുൽ സമദ് സമദാനി MP നിർവഹിക്കും. 30-ന് നടക്കുന്ന സമാപനം മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്കുള്ള ട്രോഫികളും ചടങ്ങിൽ വിതരണം ചെയ്യും. ആകെ 315 ഇനങ്ങളിലായി 10,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ ജില്ലാ കലാമേളയിൽ മത്സരിക്കാൻ എത്തുന്നത്. 16 വേദികളാണ് മത്സരത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത്. മംഗലം കളി, മലപ്പുലയാട്ടം, പണിയ നൃത്തം, ഇരുള നൃത്തം, പളിയ നൃത്തം എന്നിങ്ങനെ 5 ഇനങ്ങൾ ഇത്തവണ കലോത്സവത്തിൽ അധികമായി ചേർത്തിട്ടുണ്ട്.
ഇത്തവണത്തെ കലോത്സവം ഭിന്നശേഷി സൗഹൃദ മേളയായാണ് നടക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് SSKയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടിയും ആതിഥേയ വിദ്യാലയത്തിന്റെ മരവും കുട്ടിയും നൃത്തശില്പവും അവതരിപ്പിക്കും. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സ്വാഗതഗാനവും ചടങ്ങിന് മാറ്റുകൂട്ടും. ജില്ലാ കലോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന സബ് ജില്ലയ്ക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പുതിയതായി ഒരു റോളിംഗ് ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ ആദ്യമാണ് ഇതെന്നത് ഈ മേളയുടെ പ്രത്യേകതയാണ്. യുവകലാകാരൻ ഷിബു സിഗ്നേച്ചറാണ് ട്രോഫി നിർമ്മിച്ചത്. 1200ഓളം വ്യക്തിഗത ട്രോഫികളും 27 റോളിംഗ് ട്രോഫികളും ട്രോഫി ആൻഡ് സർട്ടിഫിക്കറ്റ് കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. 5 ദിവസങ്ങളായി 25,000 പേർക്ക് വിവിധതരം പായസത്തോടെയുള്ള ഉച്ചഭക്ഷണവും 15,000 പേർക്ക് രാത്രി ഭക്ഷണവും 10,000 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റും വൈകിട്ട് ചായയും കടിയും ഒരുക്കും. മേളയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹരീഷ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ആയിക്കോട്ടെ, റിസപ്ഷൻ കമ്മിറ്റി, രജിസ്ട്രേഷൻ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കലോത്സവമായിരിക്കും നമ്മൾ ഈ 5 ദിവസം കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. 16ഓളം വേദികളുണ്ട്. രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളും AKMHS കോട്ടൂരും കൂടിയാണ് ഈ വേദി പങ്കിടുന്നത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട്, പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഈ 5 ദിവസവും നമ്മുടെ കുട്ടികളുടെ കലാവാസന പുറത്തറിയിക്കാനും അവരോട് കൂടി നിൽക്കേണ്ട ഒരു സമയമാണ്. എല്ലാവരും കൂടിയിട്ട് ഒരു കോട്ടക്കലിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഈ 5 ദിവസം ഇറങ്ങാൻ പോകുന്നത്. രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് എല്ലാ ജനങ്ങളും പൊതുജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടു കൂടി സ്കൂളിൻ്റെയും മറ്റ് എല്ലാവരുടെയും നേതൃത്വത്തിലാണ് നമ്മൾ ഈ ഒരു കലാവിരുന്ന് നടത്താൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു 5 ദിവസത്തെ കലോത്സവമായിരിക്കും. മറ്റു വാർത്തകളിലേക്ക്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബാഡ്മിന്റൺ കോർട്ടുമായി SKK സ്പോർട്സ് അക്കാദമി വാണിയംകുളം പുലാച്ചിത്തറയിൽ നവംബർ 30 മുതൽ പ്രവർത്തനം ആരംഭിക്കും. കായിക മന്ത്രി V. അബ്ദുറഹിമാൻ അക്കാദമി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ആശയത്തോടെയാണ് വാണിയംകുളം പുലാച്ചിത്രയിൽ SKK സ്പോർട്സ് അക്കാദമി പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 4 വുഡൻ ബാഡ്മിന്റൺ കോർട്ടുകളാണ് അക്കാദമിയിൽ ഒരുക്കിയിരിക്കുന്നത്. നവംബർ 30 ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കായികമന്ത്രി V. അബ്ദുറഹിമാൻ SKK സ്പോർട്സ് അക്കാദമി നാടിന് സമർപ്പിക്കും. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനാകും. കേരള ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ CEO S. മുരളീധരൻ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരാകും. അക്കാദമി രക്ഷാധികാരി കിഷോർ മേനോന്റെ ഭാര്യ KK ശൈലജയുടെ സ്മരണാർത്ഥം കൂടിയാണ് അക്കാദമി ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 5:30 മുതൽ രാത്രി 10:30 വരെയായിരിക്കും അക്കാദമിയുടെ പ്രവർത്തനം. സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ഭാഗമായി ഫുട്ബോൾ കോർട്ട്, ജിം എന്നിവയും അക്കാദമിയിൽ ആരംഭിക്കാനും ആലോചനയുണ്ട്. നല്ലൊരു സ്പോർട്സ് അക്കാഡമി ആയിട്ട് കോച്ചിങ് ഒക്കെ കൊടുത്ത് ഒരു ഇന്റർനാഷണൽ അത്ലറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ that is our goal, that is our dream, to provide an international or to develop an international athlete. That is our goal, ultimate dream. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി കിഷോർ മേനോൻ, K. ജയറാം, K. പ്രസാദ് എന്നിവരും പങ്കെടുത്തു. തകർന്നു വീഴാറായ വീടിന് പുനർജന്മം. കുമരമ്പത്തൂർ വെള്ളപ്പാടം പുല്ലുന്നിയിലെ കുഞ്ഞനും അക്കിക്കും ആശ്വാസം. ബ്ലോക്ക് പഞ്ചായത്ത് SC ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ചാണ് വീട് അറ്റകുറ്റപ്പണി നടത്തിയത്. വീട് കിട്ടി, ഇപ്പോൾ സന്തോഷമായി. ഞങ്ങൾക്ക് ചോറിന് വലിച്ച് കിടക്കായിരുന്നു, ഇപ്പോൾ കിട്ടി, ഇപ്പോൾ സന്തോഷമായി ഞങ്ങൾക്ക്. പ്രായമായ കുഞ്ഞനും ഭാര്യ അക്കിയും തകർന്നു വീഴാറായ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ചുമരുകൾ വിണ്ടുകീറി പട്ടികയും കഴുക്കോലുകളും ചിതൽ പിടിച്ച് വീഴാറായ നിലയിലായിരുന്നു. വീട് തകർന്നു വീഴുമെന്ന ഭീതിയിൽ മുറ്റത്ത് കെട്ടിയ ഷെഡിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. ഇവരുടെ ദുരവസ്ഥയെപ്പറ്റി സിറ്റി മലബാർ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് SC ഫണ്ടിൽ നിന്ന് 2.5 ലക്ഷം രൂപ അനുവദിച്ചാണ് വീട് അറ്റകുറ്റപ്പണി നടത്തിയത്. ചിതൽ പിടിച്ച മേൽക്കൂരയിലെ പട്ടികയും കഴുക്കോലുകളും മാറ്റി, നിലം ടൈൽ പതിച്ചു, ചുമരുകൾ തേച്ച് വൃത്തിയാക്കി. വീട് നന്നാക്കിയതോടെ ഭയമില്ലാതെ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടെന്ന് കുഞ്ഞനും അക്കിയും പറഞ്ഞു. കിടക്കായിരുന്നു. അപ്പൊ വീട് കിട്ടിയതിന്റെ പേരില് അങ്ങനെ വലിയ സന്തോഷമായി. എന്നും നടന്നോളാം ഇപ്പൊ ഞങ്ങൾ കൈകാര്യം ചെയ്തോളൂ. വൃക്കയിലും കരളിലും പഴുപ്പ് ബാധിച്ച് പരസഹായമില്ലാതെ നടക്കാൻ പോലുമാകാതെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് അമ്പലപ്പാറ പുലാപ്പറ്റശ്ശേരി സ്വദേശിനി അജിത. അസുഖത്തിന് പുറമെ താമസിക്കുന്ന വീട് ജപ്തി ഭീഷണിയും നേരിടുകയാണ് ഈ കുടുംബം. എനിക്ക് തീരെ വയ്യ,
ആരെങ്കിലും ഒന്ന് സഹായിക്കണം. ആശുപത്രിക്ക് പോകാൻ കാശില്ല. വീട്ടിൽ കിടക്കണം. വേദന കടിച്ചമർത്തി ജീവിതം മുന്നോട്ട് നീക്കാൻ പെടാപ്പാടുപെടുകയാണ് പുലാപ്പറ്റശ്ശേരി ചോലപ്പള്ളിയാലിൽ വീട്ടിൽ 36-കാരിയായ അജിത. 2 വർഷം മുൻപ് വരെ കൂലിവേല ചെയ്ത് അമ്മയുമൊത്ത് ജീവിതം മുന്നോട്ട് നീക്കിയിരുന്ന അജിതയുടെ വലതുകാലിന് പെട്ടെന്നൊരു ദിവസമാണ് കഠിനമായ വേദന തുടങ്ങിയത്. പല സ്ഥലങ്ങളിലും ചികിത്സ തേടിയെങ്കിലും ശാശ്വത പരിഹാരമായില്ല. 5 മാസം മുൻപ് കാലിൽ പഴുപ്പ് വന്ന് വീർക്കുന്ന സ്ഥിതിയുണ്ടായി. തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം പഴുപ്പ് എടുത്തു കളഞ്ഞു. രക്തം പരിശോധിച്ചപ്പോൾ പഴുപ്പ് വൃക്കയെയും കരളിനെയും വരെ ബാധിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. ഇങ്ങനെ വയ്യാണ്ടായിട്ട് ഇപ്പോൾ തീരെ കടപ്പലായിട്ട് 5-6 മാസമായി. മെഡിക്കൽ കോളേജിലായിരുന്നു. ഇപ്പോൾ ഈ തരത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും സഹായിക്കണം. വീടൊക്കെ ചെത്തിയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഒരു സഹായത്തിന് ആളില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പറയണത്. അങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. എന്നാലും അറിയുമ്പോൾ ഞാൻ പറയുകയാണ്. അവൾക്ക് നടക്കാനാവുന്നവരെങ്കിലും ഒരു സഹായം ചെയ്ത് തന്നാൽ നല്ലത്. അതിന് വഴിയില്ല. ഇപ്പോൾ കടക്കിലൊക്കെ വീട്ടിൽ കിടക്കുകയാണ്. ആശുപത്രി കൊണ്ടായിട്ടുണ്ട്. വീട് പണ്ട് കുറച്ച് 1 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കിട്ടാണ്ട് അവർ തരാൻ പറ്റില്ല എന്നാണ് പറയണത്. ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. 3 ലക്ഷം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. 2 ലക്ഷം ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുത്തിട്ടാണ് തന്നത്. 4ാമത്തെ വീട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് മാത്രമേ തരാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. 1.5 ലക്ഷത്തോളം വീട് വേണ്ട കട ഞങ്ങൾക്ക് ബാധ്യത വേറെ ഉണ്ട്. ജപ്തി വന്നിറക്കുകയാണ്. അത് 1 മാസത്തിൻ്റെ ഉള്ളിൽ പൈസ അടച്ചിട്ടില്ലെങ്കിൽ കുത്തിയടിച്ച് പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. അനിയത്തിക്ക് സുഖമില്ലാണ്ടായിട്ട് 2 വർഷത്തോളമായി. ഇപ്പോൾ അവൾക്ക് തീരെ പറ്റില്ല. അവളെന്നെ രക്ഷിക്കണം. ഞങ്ങളുടെ ജപ്തിന്ന് രക്ഷിക്കണം. പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് അജിതയ്ക്കിപ്പോൾ. അസുഖത്തിനു പുറമെ വീടും സ്ഥലവും ജപ്തി ഭീഷണിയിലുമാണ്. 2 ചേച്ചിമാരുടെയും നാട്ടുകാരുടെയും സഹായം കൊണ്ടാണ് ഈ കുടുംബം ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്നത്. സന്മനസ്സുകൾ സഹായിച്ചാൽ മാത്രമേ അജിതയ്ക്കും കുടുംബത്തിനും ഇനിയൊരു ജീവിതം ഉണ്ടാകൂ. സഹായ മനസ്സുകളുടെ കനിവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ കുടുംബം ഇപ്പോൾ. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വയനാടിന് ദുരിതാശ്വാസ ഫണ്ട് നൽകാത്ത കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച് CPI മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം P. കബീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട്, കോങ്ങാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. ചൂരന്മല ദുരന്തത്തിനു ശേഷം ദുരന്തം ഉണ്ടായ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകിയ കേന്ദ്ര സർക്കാർ കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരിനെതിരെ ജനരോഷം തിരിച്ചുവിടാനാണ് സഹായം നിഷേധിക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത കബീർ പറഞ്ഞു. അത്രമേൽ മനുഷ്യർ, 100 കണക്കിന് മനുഷ്യർ മരണപ്പെട്ട, എത്രയോ മനുഷ്യരുടെ ശരീരം ഇനിയും കാണാൻ ബാക്കി നിൽക്കുന്ന ആ പ്രദേശത്തെ മുഴുവൻ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും അവരുടെ ദൈനംദിന ജീവിതത്തെ ആശ്രയിക്കുന്ന എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും നശിപ്പിച്ചുകൊണ്ടാണ് ആ ദുരന്തം കടന്നുപോയത്. ആ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടിയന്തര സഹായം നൽകാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. ചിന്നക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. AK അബ്ദുൽ അസീസ്, P. ശിവദാസൻ, രവികുമാർ, ഭാസ്കരൻ മുണ്ടക്കണ്ണി, ചന്ദ്രശേഖരൻ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാഹിയിൽ നിന്ന് അട്ടപ്പാടിയിലേക്ക് കടത്തിയ മാഹി മദ്യവുമായി 3 പേരെ മണ്ണാർക്കാട് അരിമ്പാവിൽ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് 55 ലിറ്റർ മാഹി മദ്യം പിടികൂടി. തിരൂർ പുറത്തൂർ, കരുവാൻപറമ്പിൽ സനീഷ്, പെരിന്തൽമണ്ണ എടപ്പറ്റ, തയ്യിൽ ബാദു, വടകര അരിയൂർ, ചോമ്പാല മടപ്പറമ്പത്ത് രാമദാസ് എന്നിവരാണ് അറസ്റ്റിലായത്. മാഹിയിൽ നിന്ന് മദ്യം കടത്തുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. മറ്റൊരു കേസിൽ പ്രതിയായ രാമദാസ് വാഹനത്തിന് സമീപം നിൽക്കുന്നത് കണ്ട് സംശയം തോന്നി നടത്തിയ പരിശോധനയിൽ 106 കുപ്പികളിലായി 55 ലിറ്റർ മദ്യം കണ്ടെടുത്തു. മാഹി മദ്യം മണ്ണാർക്കാട് വഴി അട്ടപ്പാടിയിലേക്ക് കടത്താനായി കൈമാറ്റം ചെയ്യുന്നുണ്ടെന്നുള്ള രഹസ്യത്തിനടിസ്ഥാനത്തിൽ പാട്ട് സഹിതം പെട്ടെന്ന് നടത്തി വരവേ ഈ ഓഫീസിൽ തന്നെ മുൻ അബ്കാരി കേസിലെ പ്രതി ആര്യമ്പാവ് തൊട്ടപ്പുറത്ത് ഈ കേസിന്റെ കൃത്യസ്ഥലമായ സ്ഥലത്ത് നിൽക്കുന്നത് കണ്ട് സംശയം തോന്നി
ടിയാന സമയത്തുണ്ടായിരുന്ന വാഹനം പരിശോധിച്ചതിൽ വാഹനത്തിൽ ഡിക്കി ഒളിപ്പിച്ച് സൂക്ഷിച്ചിരുന്ന 55 ലിറ്റർ മാഹി മദ്യം കണ്ടെടുത്തു. ആയത് മാഹിയിൽ നിന്നും വാങ്ങിച്ച് അട്ടപ്പാടിയിലേക്ക് കടത്താനായി അവിടെ കൈമാറ്റം ചെയ്യുന്ന സമയത്താണ് ഇവന്മാരെ 3 പേരെ പിടികൂടിയത്. അതിൽ ഒന്നാം പ്രതി ഒരു പാലക്കാട് NDPS പ്രതിയാണ്. രണ്ടാം പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട രാമദാസ് ഇതേ ഓഫീസിൽ തന്നെ അബ്കാരി കേസിലെ മറ്റൊരു NDPS പ്രതിയാണ്. മൂന്നാമത്തെ ആള് മറ്റൊരു കേസിൽ പെട്ടതായി അന്വേഷണത്തിൽ വെളിവായിട്ടില്ല. പിയന്മാരെ കേസെടുത്ത് തുടർന്ന് ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. ഈ സാധനത്തെ ഓടത്തെ കുറിച്ചും എങ്ങോട്ടാണ് കടത്തുന്നത്, ആരാണ് ഇതിന്റെ പുറകിൽ എന്നുള്ളതും തുടരന്വേഷണത്തിൽ വെളിവാക്കപ്പെടുന്നതാണ്. എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ അഷ്റഫ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മനോജ്, പ്രിവന്റീവ് ഓഫീസർമാരായ എ ഹംസ, സി കൃഷ്ണദാസ്, സിഒമാരായ അലി അഷ്കർ, അശ്വന്ത്, പിന്റു, വിവേക്, എക്സൈസ് ഡ്രൈവർ ജയപ്രകാശ് എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. പാണ്ടിക്കാട്ടെ സാംസ്കാരിക കൂട്ടായ്മയായ ടീം ഇക്കിഗായ് നടത്തുന്ന ഹാപ്പിനെസ് വർക്കൗട്ടിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി ഹാപ്പിനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യം, ആനന്ദം, ദീർഘായുസ് എന്ന സന്ദേശവുമായാണ് സാംസ്കാരിക കൂട്ടായ്മയായ ടീം ഇക്കിഗായ് ഹാപ്പിനെസ് വർക്കൗട്ട് നടത്തുന്നത്. ആരോഗ്യമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനായി വ്യായാമവുമായി ബന്ധപ്പെട്ട വിവിധ സെഷനുകളിൽ പ്രത്യേക ട്രെയിനിംഗ് മോഡൽ അവതരിപ്പിക്കുകയും വിവിധ പ്രദേശങ്ങളിൽ സന്നദ്ധ സംഘങ്ങൾ വഴി സൗജന്യമായി നടപ്പിലാക്കാനും ഇതിലൂടെ സാധ്യമായിട്ടുണ്ട്. 1ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ കമ്മ്യൂണിറ്റി ഹാപ്പിനെസ് പ്രോഗ്രാമിൽ 150 പേർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ ഉദ്ഘാടനം ചെയ്തു. ഓടപ്പഴം അവാർഡ് ജേതാവ് പ്രസാദ് ചെമ്പ്രശ്ശേരിയും മക്കളും അവതരിപ്പിച്ച നാദവിസ്മയവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സദക്കത്ത്, ടീം ഇക്കിഗായ് പ്രസിഡന്റ് VTS ഹബീബ് റഹ്മാൻ, സെക്രട്ടറി PT ഷെരീഫ്, ഹാപ്പിനെസ് വർക്കൗട്ട് ചീഫ് കോർഡിനേറ്റർ ബാബു ഡോൾബി, GB അംഗം K നവാസ്, VP ഷിബു എന്നിവർ വിവിധ സെഷനുകൾ നിയന്ത്രിച്ചു. ജാബിർ, ഷാൻഷു മുത്തു, റിയാസ്, EPM സാജു, VP അഷ്റഫ്, മുജീബ് ഡൊമിനോ, ഫസലുർ റഹ്മാൻ, AP യൂസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹാപ്പിനെസ് വർക്കൗട്ട് ചീഫ് ട്രെയിനർ ഭാഗ്യജിത്ത്, ഡോക്ടർ സിയാദ്, ഡോക്ടർ അജയ് രാഘവൻ, ഡോക്ടർ ബിബിൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. വാണിജ്യ വാർത്തകൾ. വീടുകളും ഓഫീസുകളും മനോഹരമാക്കാൻ 1000-ലധികം കർട്ടൻ മോഡലുകളുടെ വൈവിധ്യങ്ങളുമായി RC ബ്ലൈൻഡ്സ് ചെറുപ്പശ്ശേരി കച്ചേരിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ നിസാമുദ്ദീൻ തങ്ങൾ കുരുവമ്പലം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിൻഡോ ബ്ലൈൻഡ്സിൽ വൈവിധ്യങ്ങൾ തിരയുന്നവർക്ക് സന്തോഷ വാർത്തയാക്കിക്കൊണ്ടാണ് 1000-ലധികം ഡിസൈനുകളിലുള്ള വിൻഡോ കർട്ടൻ ബ്ലൈൻഡ്സ് കളക്ഷനുമായി RC ബ്ലൈൻഡ്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ചെറുപ്പശ്ശേരി കച്ചേരിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ നിസാമുദ്ദീൻ തങ്ങൾ കുരുവമ്പലം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് മുഖ്യാതിഥിയായി. കർട്ടൻ വ്യാപാര രംഗത്ത് 20 വർഷത്തിലേറെ പാരമ്പര്യമുള്ള പാലക്കാട് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിട്ട് കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസ്യത പിടിച്ചു പറ്റിയ കർട്ടൻ സ്ഥാപനമാണ് RC ബ്ലൈൻഡ്സ്. ചെറുപ്പശ്ശേരിയിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് വളരെ കാലമായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തിൻ്റെ പുതിയ ഷോറൂം ഇന്ന് കച്ചേരിക്കുന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കച്ചേരിക്കുന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനത്തിൽ ആളുകൾ ആഗ്രഹിക്കുന്ന വീടുകളും ഓഫീസുകളും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള
വലിയ നല്ല പുതിയ സ്റ്റോക്കുകളോടുകൂടിയാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. മുഴുവൻ ഉപഭോക്താക്കളുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു. പട്ടാമ്പി, കൊടുമുണ്ട, വല്ലപ്പുഴ, ചെറുപ്പുളശ്ശേരി ടൗൺ, കരിങ്കിലത്താണി എന്നിവിടങ്ങളിലെ 20 വർഷത്തെ സ്തുത്യർഹമായ സേവന പാരമ്പര്യത്തോടെയാണ് RC ബ്ലൈൻഡ്സ് ചെറുപ്പുളശ്ശേരി കച്ചേരിക്കുന്നിലും പുതിയ ബ്രാഞ്ച് തുറന്നിരിക്കുന്നത്. നൂതനകാലത്തിന്റെ ട്രെൻഡിനൊത്ത പുതുപുത്തൻ ഡിസൈനുകളിലുള്ള കർട്ടനുകളും വിൻഡോ ബ്ലൈൻഡ്സുമാണ് ഫാക്ടറി വിലയിൽ ഇവിടെ ലഭ്യമാക്കുന്നത്. ഉപഭോക്താക്കൾക്ക് ഇഷ്ടാനുസരണം മോഡലുകൾ തിരഞ്ഞെടുത്തും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റോടുകൂടിയാണ് RC ബ്ലൈൻഡ്സ് പ്രവർത്തിക്കുന്നത്. കൂടാതെ ഫ്രീ ഇൻസ്റ്റാലേഷനും ഫ്രീ എസ്റ്റിമേഷൻ സൗകര്യവും ലഭ്യമാണ്. ഉപഭോക്താക്കൾ നൽകിയ പിന്തുണയാണ് RC ബ്ലൈൻഡ്സിന്റെ വിജയമെന്നും തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായും സ്ഥാപന ഉടമകൾ പറഞ്ഞു. RC ബ്ലൈൻഡ്സ് എന്ന പുതിയ കപ്പലിന്റെ ഷോപ്പും കച്ചേരിക്കുന്നത്ത് ഇരിക്കുന്നത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സഹകരണ സ്ഥാപനം അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പട്ടാമ്പി, വല്ലപ്പുഴ, ചെറുപ്പശ്ശേരി ടൗണ് എന്നീ ഇവിടങ്ങളൊക്കെ 20 വർഷത്തെ പാരമ്പര്യമുള്ള കർട്ടൻ ഷോപ്പാണ് വീണ്ടും ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇവിടെ വിവിധങ്ങളായ കർട്ടൻ, ആയിരക്കണക്കിന് മോഡലുകൾ, അതുപോലെ ഇന്ത്യയിലുള്ള ഏത് തരത്തിലുള്ള മോഡലാണെങ്കിലും പ്രിന്റിംഗ് കർട്ടൻ അടക്കം എല്ലാ കർട്ടനുകളും ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മിതമായ റേറ്റിലാണ് ചെയ്തു കൊടുക്കുന്നത്. വീടുകളിൽ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്ത സംഭവം 9 പ്രതികളെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് 2.25 കിലോ സ്വർണം കണ്ടെടുത്തു. സ്വർണം ഉരുക്കിയ നിലയിൽ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് തുടങ്ങി. ആദ്യ ദിവസം രചനാ മത്സരങ്ങളാണ് നടന്നത്. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച കോട്ടയ്ക്കലിൽ തിരിതെളിയും. 6 മാസമായി കുടിവെള്ളമില്ല. ദുരിതം അനുഭവിച്ച ചളവറ പഞ്ചായത്തിലെ 2 വാർഡുകളിലെ ജനങ്ങൾ. കുടിവെള്ളം നിലച്ചതോടെ വെള്ളം ചുമന്നുകൊണ്ടുവരേണ്ട അവസ്ഥയിൽ. വിളയൂർ പഞ്ചായത്ത് ക്ഷീരഗ്രാമമാവാൻ ഒരുങ്ങുന്നു. പഞ്ചായത്തിൽ മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഹമ്മദ് മോഹസിൻ MLA. പദ്ധതിയുടെ തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് MLA. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇനി ഷോർട്ട് ന്യൂസ് കാണാം.